BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംയുക്ത ദൗത്യസേന അറേബ്യൻ കടലിൽ 260 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടി. CTF സേനയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന US കോസ്റ്റ് ഗാർഡ് ഫാസ്റ്റ് റെസ്പോൺസ് കട്ടർ സേനയാണ് പരിശോധനയ്ക്കിടെ ഒരു കപ്പലിൽ നിന്ന് 200 കിലോ മെത്താഫെറ്റാമിനും 60 കിലോ ഹെറോയിനും പിടിച്ചെടുത്തത്. അറേബ്യൻ കടലിന്റെ പല പ്രദേശങ്ങളും നിയമാനുസൃതമായ മത്സ്യബന്ധന വ്യാപാര കപ്പലുകൾ ധാരാളമുള്ളതിനാൽ മയക്കുമരുന്ന് പോലുള്ള നിയമലംഘന കള്ളക്കടത്തുകൾക്ക് സാധ്യതയേറെയുമാണ്. അവരെ തിരിച്ചറിയേണ്ടതും കണ്ടെത്തേണ്ടതും പ്രധാനമാണെന്നും CTF 150 ഡെപ്യൂട്ടി കമാൻഡറും റോയൽ ന്യൂസിലൻഡ് ക്യാപ്റ്റനുമായ സേബാർ പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം മലയാളം പാഠശാലയുടെ 2024-25 അധ്യയന വർഷത്തെ തുടക്ക ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ഏപ്രിൽ 2-3 തീയതികളിൽ നടക്കുമെന്ന് പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. 2025 ജനുവരി 1 5 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം 2-3 തീയതികളിലൊന്നിൽ സമാജത്തിലെത്തി അഡ്മിഷൻ എടുക്കാമെന്ന് സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ ആർ നായർ പറഞ്ഞു. പുതുതായി എത്തുന്ന കുട്ടികൾക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെയാണ് ക്ലാസ്. അഡ്മിഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 38044694 എന്ന നമ്പറിലോ 39498114 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മനാമയിലുള്ള ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി, ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട്, ലക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ, സെക്രട്ടറി അനീഷ് മാളികമുക്കം, ജോയിന്റ് ട്രഷറർ സലാം കാവാലം തുടങ്ങിയവർ സന്നിഹിതരായി. കായംകുളം പ്രവാസി കൂട്ടായ്മ ബഹ്റൈൻ BDK ബഹ്റൈനുമായി ചേർന്ന് 3ാമത് രക്തദാന ക്യാമ്പ് നടത്തുന്നു. മാർച്ച് 27 വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ രാത്രി 12 വരെ അവാലി MKCC ഹോസ്പിറ്റലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുണ്യമാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഈ രക്തദാന ക്യാമ്പിൽ ഏവരും പങ്കെടുക്കണമെന്നും പ്രസിഡന്റ് അനിൽ ഐസക്, ജനറൽ സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, ട്രഷറർ തോമസ് ഫിലിപ്പ്, ചാരിറ്റി കൺവീനർ അനസ് റഹീം എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ വളാഞ്ചേരി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മനാമ എമിറേറ്റ്സ് ടവർ എക്സ്പ്രസ് റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ അസോസിയേഷൻ മെമ്പർമാരും ബഹ്റൈനിൽ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങ് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ശ്രീ ചെമ്പൻ ജലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്ത് നടക്കുന്ന ഇഫ്താർ സംഗമങ്ങളും മറ്റുള്ള കൂടിച്ചേരലുകളും നാട്ടിലും മാതൃകയാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത്തരം സംഗമങ്ങളിൽ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വിടവ് ഒരു പരിധിവരെ നികത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നാട്ടിൽ പുതുതലമുറയിൽപ്പെട്ടവർ പൊതുമണ്ഡലങ്ങളിൽ സജീവമാവാതിരിക്കുകയും തൽഫലമായി മയക്കുമരുന്നിന്റെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും അടിമകളായി മാറുകയും ചെയ്യുന്നു. ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായുള്ള സംഗമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതരാഷ്ട്രീയ ഭേദമന്യേ നടത്തുന്ന ഇത്തരം ഒത്തുചേരലുകൾ ഓരോ നാട്ടുകൂട്ടത്തിന്റെയും ഉത്തരവാദിത്തവും അനിവാര്യതയുമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പഠനത്തിന് കൈത്താങ്ങായി ഇടപ്പാളയം ബുക്ക് ഫൈൻഡർ 2025 ഉപയോഗിച്ച പാഠപുസ്തകങ്ങൾ ആവശ്യമുള്ളവരെ ബന്ധിപ്പിച്ച ഇടപ്പാളയം ബുക്ക് ഫൈൻഡർ പാഠപുസ്തക വിതരണം തുടർന്നു. ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ബുക്ക് ഫൈൻഡർ 2025 മാർച്ച് 13 മുതൽ 31 വരെ ഉപയോഗിച്ച പാഠപുസ്തകങ്ങൾ ശേഖരിച്ചും ആവശ്യമുള്ളവർക്ക് സൗജന്യമായി നൽകി. പാഠപുസ്തകങ്ങളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മനാമ KCT ബിസിനസ് സെന്ററിൽ ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ICF എലൈറ്റ് ഇഫ്താർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ സാമൂഹിക പ്രവർത്തകരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ICF ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, ഡോക്ടർ ബാബു രാമചന്ദ്രൻ, സോമൻ ബേബി, അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സുബൈർ കണ്ണൂർ, മുഹസിൻ മുഹമ്മദ്, ഹുസൈൽ മദനി തുടങ്ങിയവർ സന്നിഹിതരായി. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി സൽമാനിയ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് വോയിസ് ഓഫ് ആലപ്പി നൈറ്റ് ഡ്രൈവ് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ 3ാമത്തെ രക്തദാന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. രാത്രി 7 മുതൽ 11 മണി വരെ നടന്ന ക്യാമ്പിൽ 80-ലധികം രക്തദാതാക്കൾ രക്തദാനം നൽകി. പുണ്യമായ റമദാൻ മാസത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരി കൂടിയായ ഡോക്ടർ PV ചെറിയാൻ നിർവഹിച്ചു. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനീഷ് മുരളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായിരുന്നു. പെരുന്നാൾ അവധിക്കാലത്ത് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ സന്ദർശിക്കുന്നതിന് മുൻകൂർ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. മന്ദിർ അബുദാബി ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തവർ നിശ്ചിത സമയത്ത് ഹിന്ദു മന്ദിറിൽ എത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു.
ദുബായ് പോലീസുമായി സഹകരിച്ചാണ് ക്ഷേത്രം അധികൃതർ ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നത്. മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ലാതെ എത്തുന്ന സന്ദർശകർക്ക് പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കില്ല. ഈദ് ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 8 വരെയായിരിക്കും പ്രവേശന സമയം. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ല. അതിർത്തി കടന്നുള്ള സഹകരണം ചർച്ച ചെയ്ത ഇന്ത്യയും ചൈനയും കൈലാസ് മാനസരോവർ തീർത്ഥാടനം എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇതിനായി നയതന്ത്ര സൈനിക സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യയിൽ ഈ വർഷം പുതുതായി 3 വിമാന കമ്പനികൾ കൂടി പ്രവർത്തനം ആരംഭിക്കും. ഷംഘൈർ, എയർ കേരള, അൽഹിന്ദ് എന്നിവയാണ് പുതിയ എയർലൈൻ കമ്പനികൾ. ഇതിൽ 2 കേരളം ആസ്ഥാനമായ കമ്പനികൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇവ മാസങ്ങളുടെ വ്യത്യാസത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇന്ത്യൻ വ്യോമയാന മേഖല അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ. 3 വിമാന കമ്പനികൾക്കും 2024 തന്നെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്നുള്ള അന്തിമ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റുകൾക്കായി കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യ അൾട്രാ ലോ കോസ്റ്റ് കരിയർ ആക്കാനാണ് എയർ കേരള ലക്ഷ്യമിടുന്നത്. ആന്റിബയോട്ടിക് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ കേരളം മാതൃകയെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സെന്റർ ഫോർ സയൻസ് എൻവിയോൺമെന്റ് റിപ്പോർട്ട്. കേരളം MMR പ്രതിരോധത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യാന്തര ശ്രദ്ധ നേടുന്നത് അഭിമാനകരമാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. CAC പുറത്തിറക്കിയ ഇന്ത്യയുടെ പരിസ്ഥിതി തൽസ്ഥിതി 2025 റിപ്പോർട്ടിലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ലോകോത്തര നിലവാരം പുലർത്തുന്നുവെന്നുമുള്ള വിലയിരുത്തൽ. 2026 ലോകകപ്പ് ഫുട്ബോളിനുള്ള യോഗ്യത സ്വന്തമാക്കി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. യുറുഗ്വേ ബൊളീവിയ മത്സരം സമനിലയിൽ കലാശിച്ചതോടെയാണ് അർജന്റീന യോഗ്യത നേടിയത്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത നേടുന്ന ആദ്യ സംഘം. യോഗ്യതാ റൗണ്ടിലൂടെ ലോകകപ്പിനെത്തുന്ന 2ാമത്തെ സംഘമാണ് അർജന്റീന. ജപ്പാൻ നേരത്തെ യോഗ്യത ഉറപ്പിച്ചിരുന്നു. 48 ടീമുകളുള്ള ആദ്യ ലോകകപ്പിന് ദക്ഷിണ അമേരിക്കയിലെ 6 ടീമുകൾ നേരിട്ട് യോഗ്യത നേടിയിരുന്നു. ലയണൽ മെസ്സിയുടെ പിന്തുണയോടെ അർജന്റീന തുടക്കം മുതൽ തന്നെ ദക്ഷിണ അമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ മുന്നിലായിരുന്നു. അടുത്ത ലോകകപ്പിനുള്ള യോഗ്യത നേടിയ ആദ്യ രാജ്യങ്ങളായ ജപ്പാൻ, ന്യൂസിലാൻഡ്, ഇറാൻ, ആതിഥേയരായ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്കൊപ്പം അർജന്റീനയും എത്തി. ബഹ്റൈൻ ഇന്ത്യ സാംസ്കാരിക സമന്വയത്തിലൂന്നിയ ആദ്യ സിനിമ എന്ന പ്രത്യേകതയോടെ ബഹ്റൈനിൽ നിന്നുള്ള 100-ൽ പരം കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ഒരു ആന്തോളജി സിനിമ ഷെൽട്ടർ ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. BMCയുടെ ബാനറിൽ എടത്തൊടി ഫിലിംസാണ് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത്. ബഹ്റൈൻ മീഡിയ സിറ്റി സ്ഥാപിതമായതിനു ശേഷം BMC ഫിലിം സൊസൈറ്റിയുടെ കീഴിൽ നിർമ്മിക്കപ്പെടുന്ന 2ാമത്തെ സിനിമയായ ഷെൽട്ടർ പൂർണ്ണമായും ബഹ്റൈനിൽ ചിത്രീകരിച്ച ഈ സിനിമ ഏപ്രിൽ 10 മുതൽ ഡാന മാളിലുള്ള എപ്പിക് സിനിമാസിലാണ് പ്രദർശനത്തിനൊരുങ്ങുന്നത്. ബഹ്റൈനിൽ നിന്ന് മാത്രമല്ല മൊത്തം GCCയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ മലയാളം ആന്തോളജി സംരംഭം എന്ന ബഹുമതി കൂടി ഷെൽട്ടറിന് സ്വന്തം. 4 ചെറു സിനിമകൾ ചേർന്ന ഷെൽട്ടറിൽ പ്രവാസ ലോകത്തെ മലയാളി കലാകാരന്മാരോടൊപ്പം പ്രശസ്തരായ ബഹ്റൈൻ കലാകാരന്മാരും രാജസ്ഥാനി കലാകാരന്മാരും വേഷപ്പെടുന്നു. ഇതിൽ 3 സിനിമകളുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് സ്റ്റെയിൽമേറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും പ്രശസ്ത സിനിമ നടിയുമായ ജയ മേനോനാണ്. ജയ മേനോൻ, പ്രകാശ് വടകര, മഹ്സൂം ഷാ, സ്റ്റീവനിൽ, അക്ഷയ ബാലഗോപാൽ, അഭിരുചി ജെയിൻ, അമർ സൈനൽ കൂടാതെ 50ഓളം കലാകാരന്മാരും അഭിനയിക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.